കൂടപ്പിറപ്പുകളുടെ പക മനുഷ്യനുണ്ടായ കാലം മുതലുള്ള കഥയാണ്. ആദിമ മനുഷ്യൻ, ആദാമിൻ്റെ മകൻ കായേനും ആബേലും ആ കഥകളിൽ ആദ്യത്തേത്. സകല എതിർപ്പുകളെയും സിനിമാ സ്റ്റൈൽ അവഗണിച്ച് താരാരാജാവിൻ്റെ പിറന്നാൾ ദിനത്തിൽ തന്നെ ലിംഗ എത്തി. തുറന്നാൽ അശ്ലീലം മാത്രം പറയുന്ന കോമാളി നടൻ സുരാജിന് ദേശീയ അംഗീകാരം നേടിയെന്ന വാർത്ത പുച്ഛങ്ങൾ എന്ന അവസരത്തോടെയാണ് പലരും കേട്ടത് തന്നെ. ജീനിയസിനും ഭ്രാന്തനും തമ്മിൽ നേരിയ വേർതിരിവേ ഉള്ളൂ. ജീനിയസിന് താൻ ജീനിയസ് ആണെന്നും ഭ്രാന്തന് താൻ ഭ്രാന്തനാണെന്നും മനസ്സിലാകാത്തത് അതുകൊണ്ടുമാവാം. പോൾ സക്കറി എഴുതിയ പ്രൈസ് ദി ലോർഡ് എന്ന നോവലിനെ ആസ്പദമാക്കി നവാഗതനായ ദിലീപിനെയും കാവ്യ മാധവനെയും ചേർത്തുള്ള ഗോസിപ്പുകൾക്ക് ഒരു കാലത്ത് പഞ്ഞമുണ്ടായിരുന്നില്ല. വിന്റർ, ക്രേസി ഗോപാലൻ, തേജാബായി ആൻഡ് ഫാമിലി എന്നീ സിനിമകൾ ഒരുക്കിയ ദീപു കരുണാകരൻ, ലോകാവസാനം താണ്ടിയ നോഹയുടെ അതിജീവനത്തിന്റെ കഥയ്ക്ക് ധാരയും അന്നവും ദൃശ്യഭാഷ ചമയ്ക്കുമ്പോൾ അതിൽ മാക്സിമം മാനുഷികതയും സങ്കല്പങ്ങളുമുണ്ട്. വിവാദങ്ങൾ സൃഷ്ടിക്കാൻ തക്കവണ്ണം മതം മാത്രം കണ്ടില്ല.